അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് വളരെ ശ്രദ്ധേയമായ ഒരു അഭിമുഖം പുറത്തു വരുന്നത്. ഈ അഭിമുഖം നടത്തിയിട്ടുള്ളത് ഇലോൺ മസ്കാണ്. ഡൊണാൾഡ് ട്രംപുമായുള്ള ഈ അഭിമുഖം ലക്ഷക്കണക്കിന് പേരാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ കേട്ടത്. ഇതിനായി പലരും കാത്തിരിക്കുകയായിരുന്നു. അഭിമുഖം എല്ലാ അർത്ഥത്തിലും ചർച്ചാവിഷയമാവുകയും ചെയ്തു. പ്രഖ്യാപിച്ച സമയത്ത് പക്ഷേ അഭിമുഖത്തിൻ്റെ സംപ്രേഷണം തുടങ്ങാനായില്ല. അത് ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം വൈകി. അത് ചില ഗൂഢാലോചനകളുടെ ഭാഗമാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വരെ വന്നു. എന്നാലും 40 മിനിറ്റ് വൈകി എക്സ് പ്ലാറ്റ്ഫോമിൽ ഇലോൺ മസ്ക് തൻ്റെ ഡൊണാൾഡ് ട്രംപുമായുള്ള അഭിമുഖം പങ്കുവച്ചു. ഒട്ടനവധി വിഷയങ്ങൾ ഡൊണാൾഡ് ട്രംപ് ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അതിൽ ഒരു പ്രധാന കാര്യം പെൻസിൽവേനിയ റാലിക്കിടെ തനിക്ക് നേരെ ഉണ്ടായ ഒരു ആക്രമണത്തെപ്പറ്റി ട്രംപ് പറയുന്നുണ്ട്. അത് അന്ന് വലിയ തോതിൽ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ട്രംപിന് വെടിയേറ്റു എന്ന തരത്തിലൊക്കെ ആണ് വന്നത്. ട്രംപിന് നേരെ ഉണ്ടായത് ഒരു വധശ്രമമാണ്. ചെവിയിൽ അത് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അന്നത്തെ ആ സംഭവത്തെക്കുറിച്ച് കുറെ കൂടി വ്യക്തമായി കാര്യങ്ങൾ ട്രംപ് ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം യുക്രൈൻ യുദ്ധത്തെ സംബന്ധിച്ചും ട്രംപ് തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. റഷ്യയും ചൈനയും എങ്ങനെ ഈ ആഗോളതലത്തിൽ അമേരിക്ക അവരെ എങ്ങനെ കാണണം എന്നൊക്കെ ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. താൻ ആയിരുന്നു അമേരിക്കൻ പ്രസിഡൻ്റ് എങ്കിൽ അങ്ങനെ ഒരു യുദ്ധത്തിനുള്ള സാധ്യത ഒഴിവാകുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. പുടിൻ താൻ പറഞ്ഞാൽ കേൾക്കുന്നയാളാണ് എന്നൊക്കെയാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഏതായാലും അത് റഷ്യയെയും ചൈനയെയും ഒരിക്കലും ഒന്നിച്ചു നിൽക്കാൻ അനുവദിക്കരുത് എന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. അതോടൊപ്പം ബൈഡൻ ഭരണകൂടത്തിനെതിരെ ചില വിമർശനങ്ങളും ട്രംപ് ഉന്നയിക്കുന്നുണ്ട്. കോവിഡിനെ പ്രതിരോധിക്കാൻ തനിക്ക് കഴിഞ്ഞതുപോലെ ബൈഡൻ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല എന്നാണ് ട്രംപ് പറയുന്നത്. കർഷകരുടെ പ്രശ്നങ്ങൾ ട്രംപ് ഉയർത്തുന്നുണ്ട്. അതുപോലെ വ്യാപാരികളുടെയും വ്യവസായികളുടെയും വിഷയങ്ങൾ ട്രംപ് ഉയർത്തുന്നുണ്ട്. ഗ്യാസിൻ്റെ വിലവർധനയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും തൻ്റെ ആരോപണങ്ങളുമൊക്കെ ട്രംപ് ഈ അഭിമുഖത്തിൽ ഉയർത്തുന്നുണ്ട്. ബൈഡനെ താൻ അക്ഷരാർത്ഥത്തിൽ ആദ്യഘട്ടത്തിൽ പൊളിച്ചടുക്കി എന്നാണ് ട്രംപ് ഈ അഭിമുഖത്തിൽ പറയുന്നത്. ബൈഡൻ്റെ പിന്മാറ്റം വെറുമൊരു പിന്മാറ്റമായിരുന്നില്ല, അത് തന്നോട് പരാജയപ്പെട്ട ഉള്ളൊരു പിന്മാറ്റമായിരുന്നു എന്ന തരത്തിലാണ് ട്രംപ് അതിനെ കാണുന്നത്. എല്ലാ സംവാദങ്ങളിലും താൻ ബൈഡനെ അടിച്ചിരുത്തി എന്ന് ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നു. അങ്ങനെയാണ് ബൈഡന് ഈ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നത്. പിന്നീട് കമലാ ഹാരിസ് വന്നു. കമലാ ഹാരിസിനെതിരെയും ചില വിമർശനങ്ങൾ ട്രംപ് ഉന്നയിക്കുന്നുണ്ട്. അവർ വ്യാജമാണ് എന്നാണ് ട്രംപ് ഈ അഭിമുഖത്തിൽ പറയുന്നത്. ടൈം മാഗസിൻ അടുത്തിടെ കമലാ ഹാരിസിൻ്റെ മുഖചിത്രം ഉള്ള ഒരു കവർ അടിച്ചിരുന്നു. അപ്പോൾ അത് ഈ ട്രംപ് തൻ്റെ ഇൻ്റർവ്യൂവിൽ പ്രതിപാദിക്കുന്നുണ്ട്. കമല വളരെ സുന്ദരിയായി മാഗസിൻ്റെ കവറിൽ നിൽക്കുന്നു എന്ന തരത്തിൽ ട്രംപ് പറയുന്നു. ഒപ്പം തൻ്റെ ഭാര്യയോട് ഈ കമലാ ഹാരിസിനെ ഉപമിക്കുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ ഭാര്യയെപ്പോലെ കമലയുടെയും ആ കവർ ചിത്രം വളരെ സുന്ദരമാണ്, ഭാര്യയെപ്പോലെ തോന്നും, അല്ലെങ്കിൽ ഭാര്യയെപ്പോലെ മനോഹരമായിരിക്കുന്നു എന്ന തരത്തിൽ ട്രംപ് പറഞ്ഞു വയ്ക്കുന്നു. പക്ഷേ ഒരു ആക്ട്രസ് എന്ന തലത്തിൽ, ഒരു അഭിനേതാവായാണ് ട്രംപ് കമലയെ കാണുന്നത്. അതായത് യാഥാർത്ഥ്യമല്ലാത്ത ഒരു വ്യാജ രാഷ്ട്രീയ നേതാവായാണ് ട്രംപ് കമലാ ഹാരിസിനെ നോക്കിക്കാണുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ആരോപണമാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അവർ സുന്ദരിയാണെന്ന് പറയുമ്പോഴും ട്രംപ് വളരെ തന്ത്രപൂർവമായാണത് പറയുന്നത്. കാരണം സ്വാഭാവികമായും വീട്ടിൽ ഭാര്യയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പിണക്കം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിൽ തൻ്റെ ഭാര്യയെ പോലെ അവളെപ്പോലെ ഇരിക്കുന്നു, കാണാൻ സുന്ദരിയാണ് എന്ന തരത്തിൽ തൻ്റെ ഭാര്യയും സുന്ദരിയാണ് എന്ന് പറയുകയും ട്രംപ് ചെയ്യുന്നു. അങ്ങനെ വളരെ തന്ത്രപരമായാണ് ട്രംപ് ഈ ഇൻ്റർവ്യൂ മുഴുവൻ പൂർത്തിയാക്കുന്നത്. ഇതിൽ ഒരു വലിയ പ്രധാന കാര്യം, ഈ ഇൻ്റർവ്യൂവിന് ഒട്ടനവധി മാനങ്ങളുണ്ട്. ഒന്ന്,
ഈ ട്വിറ്ററിൽ ട്രംപിന് ആദ്യം ഒരു സസ്പെൻഷൻ ഉണ്ടായിരുന്നു. റിയൽ ഡൊണാൾഡ് ട്രംപ് എന്ന അക്കൗണ്ടിൽ ഒരു സസ്പെൻഷൻ നടപടി ഉണ്ടായിരുന്നു. അത് അന്ന് ഈ ക്യാപിറ്റോൾ ആക്രമണത്തെ തുടർന്ന് US ക്യാപിറ്റോൾ ആക്രമണത്തെ തുടർന്നാണ് ഈ സസ്പെൻഷൻ വരികയും ട്രംപ് അനുകൂലികളുടെ ഈ ആക്രമണത്തെ തുടർന്നൊക്കെയാണ് ഈ സസ്പെൻഷൻ വന്നത്. എന്നാൽ ഇലോൺ മസ്ക് ഇതിൻ്റെ ചുമതല ഏറ്റെടുത്തോടുകൂടി ആ സസ്പെൻഷൻ നീക്കുകയും ട്രംപിനെ അനുകൂലിക്കുന്ന ഒരു തരത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇലോൺ മസ്ക് പൂർണ്ണമായും ട്രംപിനെ അനുകൂലിക്കുന്നു എന്ന് വേണം ഈ ഇൻ്റർവ്യൂ കേൾക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ഇലോൺ മസ്ക് ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബൈഡൻ അനുകൂല നിലപാടാണ് മസ്ക് സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പാകുമ്പോൾ ട്രംപിന് അനുകൂലമായ തരത്തിലേക്ക് ഇലോൺ മസ്ക് നീങ്ങുന്നു എന്നതാണ് ഇവിടെ ഒരു ശ്രദ്ധേയമായൊരു കാര്യം. ഏതായാലും ഇൻ്റർവ്യൂ തടസ്സപ്പെട്ടതിനെ സംബന്ധിച്ചുള്ള തർക്കമാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നത്. സൈബർ അറ്റാക്കാണ് എന്നൊക്കെ പറഞ്ഞ് ആ പ്രശ്നങ്ങൾ അങ്ങനെ തുടരുകയാണ്. ട്രംപ് മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതിൽ പറയുന്നുണ്ട്. ഒന്ന്, ഈ അനധികൃതമായ കുടിയേറ്റത്തെ സംബന്ധിച്ചാണ്. മെക്സിക്കൻ അതിർത്തി വഴി അമേരിക്കയിലേക്ക് നടക്കുന്ന അനധികൃതമായ കുടിയേറ്റം നിയന്ത്രിക്കേണ്ടതുണ്ട്. അമേരിക്ക ഇങ്ങനെ കുറ്റവാളികളെ കൊണ്ട് ഇറക്കാനുള്ളൊരു സ്ഥലമല്ല. അവരവരുടെ രാജ്യത്ത് കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകൾ അമേരിക്കയിലേക്ക് വരുന്നു എന്നൊക്കെയുള്ള തരത്തിൽ ചില ആക്ഷേപങ്ങൾ ട്രംപ് ഉന്നയിക്കുന്നു. അപ്പോൾ നിയമപരമായുള്ള കുടിയേറ്റം മാത്രമേ താൻ അനുവദിക്കുകയുള്ളൂ അധികാരത്തിൽ വന്നാൽ എന്ന് ട്രംപ് പറയുകയും ചെയ്യുന്നു. കമലാ ഹാരിസിനെ അവർ കാലിഫോർണിയ തകർത്തയാളാണ് എന്ന് ട്രംപ് ആക്ഷേപിക്കുന്നുണ്ട്. അവിടുത്തെ അറ്റോർണി ജനറലായി പ്രവർത്തിച്ച ഘട്ടത്തിലും സെനറ്ററായി പ്രവർത്തിച്ച ഘട്ടത്തിലുമൊക്കെ കമലാ ഹാരിസ് ഈ അവിടുത്തെ കാലിഫോർണിയയെ തകർക്കുന്ന നിലപാടുകളാണ് സ്വീകരിച്ചത് എന്നൊക്കെ ട്രംപ് ആഞ്ഞടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരമൊരു ഇൻ്റർവ്യൂ പുറത്തു വരുന്നത് ഈ അടുത്തു വന്ന അഭിപ്രായ സർവേകൾ കൂടുതലും കമലാ ഹാരിസിന് മുൻതൂക്കം നൽകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. കാരണം ജോ ബൈഡൻ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നു, പിന്നീട് അദ്ദേഹം പിന്മാറുന്നു. ആ പിന്മാറ്റം തന്നെ ഈ അഭിപ്രായ സർവേകളിൽ അദ്ദേഹത്തിന് ഇടിവ് വന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് പിന്നീട് കമലാ ഹാരിസ് ഈ പ്രചരണ രംഗത്ത് സജീവമാകുന്നു. അപ്പോൾ കമലാ ഹാരിസിന് വലിയ തോതിൽ പിന്തുണ വർദ്ധിക്കുന്നു എന്ന അഭിപ്രായ സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരം ഒരു അഭിമുഖം പുറത്തു വരുന്നത് എന്ന് വ്യക്തമാണ്. അപ്പോൾ ട്രംപ് ഒട്ടനവധി കാലാവസ്ഥാ വ്യതിയാനം, അതുപോലെ യുക്രൈൻ യുദ്ധം, ആഗോളതാപം തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ ട്രംപ് നേരത്തെ ഈ ട്വിറ്റർ പ്ലാറ്റ്ഫോമിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അവിടെ ട്രംപിന് വലിയ ആരാധകരും ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഈ പുതിയ അഭിമുഖം പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഇലോൺ മസ്കിന് ഏതാണ്ട് 19 കോടിയിലധികം ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും വലിയ ഒരു ജനക്കൂട്ടം ഇത് കാണുന്നു. മാത്രമല്ല, ഈ ഇൻ്റർവ്യൂ എല്ലാ റെക്കോർഡുകളെയും ബ്രേക്ക് ചെയ്തിരിക്കുന്നു, എല്ലാ റെക്കോർഡുകളെയും തകർത്തുകൊണ്ടാണ് അതിൻ്റെ ശ്രോതാക്കളുടെ എണ്ണത്തിൽ മുന്നേറുന്നത് എന്നൊക്കെ ട്രംപ് ഈ ഇൻ്റർവ്യൂ ഘട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു വിവാദവും ഒപ്പം തന്നെ ഒരു വാർത്താ പ്രാധാന്യവുമുള്ള ഒരു വിഷയമായി ഈ ഇൻ്റർവ്യൂ മാറുകയാണ്. ഇതിനിടയിലാണ് അതിൻ്റെ പ്രതികരണം ഡെമോക്രാറ്റുകളുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇത് ട്രംപിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണെന്ന് ഡെമോക്രാറ്റുകൾ ആരോപിക്കുന്നു. മാത്രവുമല്ല, ഇതൊരു പണക്കാരുടെ ക്യാമ്പയിൻ ആണ്. സാധാരണക്കാരും ഇടത്തട്ടുകാരെയും ഒക്കെ മറന്നുകൊണ്ടുള്ള പണക്കാരുടെ ഒരു ക്യാമ്പയിൻ ആണ് എന്നാണ് ഡെമോക്രാറ്റുകൾ ഇതിനെ ആരോപിക്കുന്നത്. ഏതായാലും ഈ തർക്കം വളരെ രൂക്ഷമായി മുന്നോട്ട് നീങ്ങുന്നൊരു സാഹചര്യത്തിൽ ഇലോൺ മസ്ക് ട്രംപിന് നൽകുന്ന പിന്തുണ വരും ദിവസങ്ങളിൽ കൂടി വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വിധേയമാകും. ട്രംപിന് എന്ത് കൊണ്ടാണ് ഇലോൺ മസ്ക് ഇങ്ങനെ പിന്തുണ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത് എന്ന് വ്യക്തമല്ല. ഏതായാലും അങ്ങനെ ഒരു പരസ്യ പിന്തുണ ഇല്ലെങ്കിലും ട്രംപിന് അനുകൂലമായി ഏതാണ്ട് ഒരു വലിയ ശതമാനം വോട്ടർമാരെ സ്വാധീനിക്കാൻ, ഒരു 8 ലക്ഷത്തിലധികം വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇലോൺ മസ്കിന് കഴിയും എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ നടത്തിയ ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് ട്രംപിനൊരു വലിയ മുൻതൂക്കം നൽകാൻ വഴിവെക്കും എന്നുകൂടി കണക്കാക്കുന്നുണ്ട്. ഏതായാലും ഈ അനൗപചാരികവും അതുപോലെ ഒരു രസകരവുമായ ഈ അഭിമുഖം അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു സുപ്രധാന വിഷയമായി മാറിയിട്ടുണ്ട്.